ക്വാഡ്രിലാറ്ററൽ ആൻഡ് ട്രയാങ്കിൾ. ഈ സെക്ഷനിൽ നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നോക്കുന്നത്. താഴെ ഫിഗറിൽ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അതിനുവേണ്ടി ഈ ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് ഇതേ ഏരിയയിലുള്ള ഒരു ട്രയാങ്കിൾ ആക്കി വരയ്ക്കാം. എന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. സോ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നെ ആയിരിക്കും. ഈ ക്വാഡ്രിലാറ്ററലിനെ ട്രയാങ്കിൾ ആക്കണമെങ്കിൽ ഇതിലെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ വെർട്ടെക്സിനെ നമുക്ക് ബേസിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു ഡയഗണൽ വരയ്ക്കാം. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ഈ ട്രയാങ്കിളിൻ്റെ അതേ ഏരിയയിലുള്ള ഒരു ട്രയാങ്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി ഈ ഡയഗണലിൽ പാരലലായിട്ട് ഡയഗണലിന് ഓപ്പോസിറ്റ് വരുന്ന വെർട്ടെക്സിലൂടെ ഒരു ലൈന് വരയ്ക്കാം. ഇനി ക്വാഡ്രിലാറ്ററലിൻ്റെ ബേസ് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഈ പാരലൽ ലൈനും ഈ ബേസ് എക്സ്റ്റെൻഡ് ചെയ്തതും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ടോപ്പ് വെർട്ടെക്സ്. ടോപ്പ് വെർട്ടെക്സിൽ നിന്നും ഈ രണ്ട് ഡയഗണലിൻ്റെ രണ്ട് എൻഡ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ റൈറ്റ് സൈഡിലുള്ള ട്രയാങ്കിളിൻ്റെ അതേ ഏരിയയിലുള്ള മറ്റൊരു ട്രയാങ്കിൾ കിട്ടി. സോ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ്. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കണ്ടുപിടിച്ചത്? ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ക്വാഡ്രിലാറ്ററലിന് ഒരു ഡയഗണൽ വരച്ചു. ഇപ്പോൾ ക്വാഡ്രിലാറ്ററൽ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു സം ഓഫ് ഏരിയാസ് ഓഫ് ദീസ് ട്രയാങ്കിൾസ്. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിന് 1 എന്നും രണ്ടാമത്തെ ട്രയാങ്കിളിന് 2 എന്നും കൊടുക്കുകയാണെങ്കിൽ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ 1 പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ 2. കാരണം ഈ രണ്ട് ട്രയാങ്കിൾസും കൂടി ആഡ് ചെയ്തിട്ടാണല്ലോ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ ട്രയാങ്കിൾ 2ൻ്റെ ഏരിയയിലുള്ള മറ്റൊരു ട്രയാങ്കിൾ വരച്ചു. അതിന് ട്രയാങ്കിൾ 3 എന്ന് കൊടുക്കുക. അപ്പോൾ ട്രയാങ്കിൾ 2ൻ്റെയും ട്രയാങ്കിൾ 3യുടെയും ഏരിയ സെയിം ആയതുകൊണ്ട് എന്താണ്? ട്രയാങ്കിൾ 2ൻ്റെ ഏരിയക്ക് പകരം ട്രയാങ്കിൾ 3യുടെ ഏരിയ എന്ന് കൊടുക്കുക. സോ ദിസ് ബിക്കം ഏരിയ ഓഫ് ട്രയാങ്കിൾ 1 പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ 3. സോ ട്രയാങ്കിൾ 1ഉം ട്രയാങ്കിൾ 3യും കൂടിയിട്ട് ഒരു ബിഗ് ട്രയാങ്കിളാണ് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ 1 പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ 3 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ബിഗ് ട്രയാങ്കിളാണ്. കാരണം ട്രയാങ്കിൾ 1ഉം ട്രയാങ്കിൾ 3യും കൂടിയാലും ഒരു ബിഗ് ട്രയാങ്കിളാണ് ഫോം ചെയ്യുന്നത്. സോ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ബിഗ് ട്രയാങ്കിൾ. ഇനി നമുക്ക് ഈ പെൻറ്റഗണിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അതിനുവേണ്ടി ഈ പെൻറ്റഗണിനെ നമുക്ക് അതേ ഏരിയയിലുള്ള ഒരു ട്രയാങ്കിളാക്കി വരയ്ക്കണം. അതിനുവേണ്ടി എന്താ ചെയ്യുക? ഈ പെൻറ്റഗണിലെ റൈറ്റിലുള്ള ഈ വെർട്ടെക്സിനെ ബേസിലേക്ക് കൊണ്ടുവരണം. അതേപോലെ ഈ ലെഫ്റ്റിലുള്ള വെർട്ടെക്സിനെയും ബേസിലേക്ക് കൊണ്ടുവരണം. പക്ഷേ ഏരിയയ്ക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാകാൻ പാടില്ല, അതേ ഏരിയ തന്നെ ആവണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഒരു ഡയഗണൽ വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ഈ ട്രയാങ്കിളിൻ്റെ അതേ ഏരിയയിലുള്ള ട്രയാങ്കിളാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. അതിനുവേണ്ടി ഈ ഡയഗണലിൽ പാരലലായിട്ട് വെർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് ബേസ് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഈ പാരലൽ ലൈനും ഈ ബേസ് എക്സ്റ്റെൻഡ് ചെയ്തതും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മുടെ വെർട്ടെക്സ്. സോ ഈ വെർട്ടെക്സിൽ നിന്നും ഡയഗണലിലെ എൻഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ട്രയാങ്കിളിൻ്റെ അതേ ഏരിയയിലുള്ള ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള വെർട്ടെക്സിനെ ബേസിലേക്ക് കൊണ്ടുവരാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഡയഗണൽ വരയ്ക്കാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ അതേ ഏരിയയിലുള്ള ട്രയാങ്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി ഈ ഡയഗണലിന് പാരലലായിട്ട് ടോപ്പ് വെർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് ബേസ് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ബേസ് എക്സ്റ്റെൻഡ് ചെയ്തതും പാരലൽ ലൈനും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് വെർട്ടെക്സ്. ഈ വെർട്ടെക്സിൽ നിന്നും ഡയഗണലിൻ്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ട്രയാങ്കിളിൻ്റെ അതേ ഏരിയയിലുള്ള ട്രയാങ്കിൾ കിട്ടി. സോ ഇപ്പോൾ ഈ ഒരു ലാർജ് ട്രയാങ്കിളായി മാറിയിട്ടുണ്ട്. സോ ഈ ലാർജ് ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും പെൻറ്റഗണിൻ്റെ ഏരിയ. അപ്പോൾ നമ്മൾ പെൻറ്റഗണിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിച്ചു? ആദ്യം നമ്മൾ പെൻറ്റഗണിന് ഒരു ഡയഗണൽ വരച്ചു. അതേപോലെ ഇവിടെയും ഒരു ഡയഗണൽ വരച്ചു. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിന് 1 എന്ന് കൊടുക്കാം, ഈ ട്രയാങ്കിളിന് 2 എന്ന് കൊടുക്കുക, ഈ ട്രയാങ്കിളിന് 3 എന്ന് കൊടുക്കുക.
സോ ഈ 3 ട്രയാങ്കിൾസും കൂടി ഫോം ചെയ്തതാണ് പെൻറ്റഗൺ. അപ്പോൾ ഏരിയ ഓഫ് പെൻറ്റഗൺ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ 1 പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ 2 പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ 3. പിന്നെ നമ്മളെന്ത് ചെയ്തു, ട്രയാങ്കിൾ 2വിൻ്റെ അതേ ഏരിയയിലുള്ള ഒരു ട്രയാങ്കിൾ വെച്ചു, അതിന് ട്രയാങ്കിൾ 4 എന്ന് കൊടുക്കാം. അതേപോലെ ട്രയാങ്കിൾ 3യുടെ അതേ ഏരിയയിലുള്ള ട്രയാങ്കിൾ വരച്ചു, അതിന് ട്രയാങ്കിൾ 5 എന്ന് കൊടുക്കാം. സോ ട്രയാങ്കിൾ 2വിൻ്റെയും ട്രയാങ്കിൾ 4ൻ്റെയും ഏരിയ സെയിം ആണ്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ 2വിന് പകരം ഏരിയ ഓഫ് ട്രയാങ്കിൾ 4 എന്ന് എഴുതാം. അതേപോലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ 3ക്ക് പകരം ഏരിയ ഓഫ് ട്രയാങ്കിൾ 5 എന്ന് കൊടുക്കുക, കാരണം ഈ 2 ട്രയാങ്കിൾസിൻ്റെ ഒരേ ഏരിയയാണ്. സോ ദിസ് ബിക്കം ഏരിയ ഓഫ് പെൻറ്റഗൺ ഈസ് ഇക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ 1 പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ 4 പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ 5. പക്ഷേ ട്രയാങ്കിൾ 1ഉം ട്രയാങ്കിൾ 4ഉം ട്രയാങ്കിൾ 5ഉം കൂടിയാൽ ഒരു ബിഗ് ട്രയാങ്കിളാണ് ഫോം ചെയ്യുന്നത്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ 1 പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ 4 പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ 5ന് പകരം നമുക്ക് ഏരിയ ഓഫ് ബിഗ് ട്രയാങ്കിൾ എന്ന് എഴുതാം. സോ ഏരിയ ഓഫ് പെൻറ്റഗൺ ഈസ് ഇക്വൽ ടു ഏരിയ ഓഫ് ബിഗ് ട്രയാങ്കിൾ.